നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇപ്പൊ ലാസ്റ്റത്തെ പെർഫോമൻസ് എന്ത് രസമാണ് അത് കാണാനില്ലേ. കുഞ്ഞി മക്കള് ആ മൂവ്മെന്റ്സ് ഒന്നും ഓർഡർ ഒന്നും അല്ല. ഒരാൾ ചാടുമ്പോൾ ഒരാൾ നിൽക്കുകയാണ്, അടുത്തയാൾ ചാടുമ്പോൾ അടുത്തയാൾ നോക്കുകയാണ് ഇനി ഞാൻ ചാടണോ എന്നുള്ള നിലയ്ക്ക് അല്ലേ. അങ്ങനെയൊക്കെയാണ് ആ പ്രോഗ്രാം. ബട്ട് സ്റ്റിൽ നമ്മൾ അത് എന്താ എൻജോയ് ചെയ്യുന്നത്. ഭയങ്കര സൈലൻസ് ആയിരുന്നു ആ ടൈമിൽ. ബിക്കോസ് ആ ഇന്നസെൻസ്, അവരുടെ മുഖത്തുള്ള ഇന്നസെൻസ്, അവരുടെ മൂവ്മെന്റിലുള്ള ഇന്നസെൻസ് അല്ലേ, അതാണ് നമ്മൾ അത്രയും സൈലന്റ് ആയി നിന്ന് നമ്മൾ അത് എൻജോയ് ചെയ്യാണ്. ആ ഒരു ഏജ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സൗണ്ട് കേൾക്കുമ്പോൾ കാതിന് കുളിർമയാണ് അല്ലേ, അത് കാണുമ്പോൾ കണ്ണിന് കുളിർമയാണ് അല്ലേ. ഞാൻ ചെറുതിൽ എൻ്റെ മക്കളൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ, എസ്പെഷ്യലി മൂത്തയാള്, അവളിപ്പോൾ ഇന്ന് +2 പഠിക്കുകയാണ്. അവൾ ഉറങ്ങുന്ന സമയത്ത് ഉമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ കിച്ചണിലാണ്, ഞാൻ ഓടിപ്പോയി വെക്കും, എന്നിട്ട് വയറിനാണ് ഞാൻ നോക്കല് ശ്വാസം എടുക്കുന്നുണ്ടോന്ന്. അത്രയ്ക്ക് പേടിയായിരുന്നു അല്ലേ. അങ്ങനെ ചെയ്തവരുണ്ടോ അവിടെ? ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവർ ഉറങ്ങുന്നത് കാണാൻ രസമാണ് നമുക്ക്, അല്ലെങ്കിൽ ഉറങ്ങുന്നത് നോക്കി അങ്ങനെ ഇരിക്കും, കളിക്കുന്നത് നോക്കി അങ്ങനെ ഇരിക്കും. യെസ്, എനിവേ അൽഹംദുലില്ലാ, ഇത്രയും ഗിഫ്റ്റഡ്, എത്രയും വലിയ ഗിഫ്റ്റൊക്കെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. ആ മക്കളാണ്, കുഞ്ഞി മക്കളാണ്, വലുതായി ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നു, ഖുർആൻ റെസിറ്റേഷൻ നടത്തുന്നു, പെർഫോം ചെയ്യുന്നു. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. എനിവേ, yes, those who want to sit, please come in front. ഇവിടെ സീറ്റ് ഉണ്ട് കേട്ടോ, സീറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ വന്നിരുന്നുള്ളൂ. ഓക്കെ, സോ ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ ആനുവൽ ഡേയിൽ ആ സ്കൂളിൻ്റെ ഹെഡ് സാധാരണയായിട്ട് ഒരു ആനുവൽ ഡേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആനുവൽ ഡേ റിപ്പോർട്ട് നിങ്ങളുടെ മക്കളൊക്കെ മറ്റ് സ്ഥാപനങ്ങളിൽ ഉണ്ടെങ്കിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഒരു ആനുവൽ ഡേ റിപ്പോർട്ട്, ഇറ്റ് മീൻസ് ദാറ്റ് ആ എൻറ്റയർ ഇയേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് സബ്മിഷനാണത്, അവരുടെ ആക്ടിവിറ്റീസ്. അതുകൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ അച്ചീവ്മെൻറ്റ്സ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്മിഷൻ അത് ഒന്നും കൂടെ ഹോണർ ചെയ്യുക, അതാണ് ഈ ആനുവൽ ഡേ റിപ്പോർട്ട് എന്ന് പറയുന്നത്. So here, instead of our headmistress, me, Sharina Nazarmon, the director of the Dirazion Edu Group, ഞാനാണ് ഇവിടെ ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് with the help of some slides. കുറച്ച് സ്ലൈഡ്സോട് കൂടി നിങ്ങൾക്കൊന്നും കൂടി ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ മുന്നിൽ. See, listen, കഴിഞ്ഞ അക്കാഡമിക് ഇയർ, that means 2023-24, it's going to complete here. The next monthോട് കൂടി നമ്മുടെ അക്കാഡമിക് ഇയർ ഓവർ ആവാൻ പോവുകയാണ്. നമ്മൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അൽഹംദുലില്ലാ, ആ പ്രോമിസ് ഒരുപാടൊക്കെ, isn't it? I'm not saying 100%, but still ഒരുപാടൊക്കെ ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. അൽഹംദുലില്ലാ, ഇനി ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഇയറിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസോട് കൂടിയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇൻഷാ അല്ലാ. So let us start. Here we are, Al-Manar Quranic Preschool and Public School, Mubarak Campus, Punur. It is run by Mubarak Educational Cultural Charitable Association, Mecca, in association with the Dirazion Educational Group, Tenyipalam. So Mecca ഗ്രൂപ്പിൻ്റെ കൂടെ, മെക്ക കമ്മിറ്റിയുടെ കൂടെ ഡിറേസിയോൺ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് തേഞ്ഞിപ്പാലം ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഒരു കോർപ്പറേഷനിലൂടെയാണ് നമ്മുടെ അക്കാഡമിക് ഇയർ ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. Then we started our year with this means admission എടുക്കുന്ന സമയത്ത് നമ്മൾ പബ്ലിഷ് ചെയ്തൊരു പോസ്റ്റർ ആയിരുന്നു ആക്ച്വലി ഈ അഡ്മിഷൻ വീക്ക് എന്ന് പറയുന്നത്. സോ sorry for the inconvenience. So here admission week ആയിരുന്നു ഇത്, isn't it? admission weekൽ നമുക്ക് admission നമ്മൾ കണ്ടിന്യൂ ചെയ്തു and it was the welcome program for the beginners. Actually at the beginning there were only 9 students, you can see that only 9 students were there, but later more students joined with us. Then that was the welcome ceremony, opening ceremony, you can see on the screen. Then after that, this was celebrated, the World Environment Day ആയിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. സ്കൂൾ തുറന്ന ഉടനെ തന്നെ വേൾഡ് എൻവയോൺമെന്റ് ഡേ. സി, നിങ്ങൾക്ക് കാണാം ദ ഹെഡ് മിസ്ട്രസ്, ഷീ ആൻഡ് ദ സ്റ്റുഡൻസ്, അവർ പ്ലാന്റിങ് ചെയ്തുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്തുകൊണ്ട്. Then June 19, it was the reading day and the programs which was conducted, poster making, reading competition, quiz, speech,
It was reading day. After that, the blue day, isn't it? കുറച്ച് ബ്ലൂവിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ബ്ലൂ ചിലപ്പോൾ ഡാർക്കായി പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് വാസ് എ വെരി വണ്ടർഫുൾ ഡേ. ബ്ലൂ ഡേ, ദ സ്റ്റുഡൻസ് ദേ എൻജോയ്ഡ് ഇറ്റ് വെൽ. Then next, it was the World Anti-Drug Day, isn't it? Even the small kids, ഞങ്ങൾക്ക് അന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഡേ സെലിബ്രേറ്റ് മീൻസ് ഒബ്സർവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കറിയാം ഈവൻ ഇത്ര കുഞ്ഞു മക്കൾക്ക് കൂടി നമ്മൾ അതിൻ്റെ മീൻസ് അവയർനെസ് കൊടുത്തുകൊണ്ട് വേണം വളർത്താൻ വേണ്ടിയിട്ടെന്ന് മനസ്സിലാക്കിയാണ് നമ്മളത് വേൾഡ് ആൻറ്റി ഡ്രഗ് ഡേ നമ്മൾ ഓർഗനൈസ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ദി ഈദ് ഫെസ്റ്റ്. പാരൻസിന് ഓർമ്മയുണ്ടാവും, നിങ്ങൾ നല്ല മധുരപലഹാരങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ദ ടീച്ചേഴ്സ് ആൻഡ് ദ students, they enjoyed it well. Then next, Bashir Day, July 5th, Bashir Day. Our day നമ്മൾ എല്ലാ ഇയറും വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. And it was the school election 2023-ലെ school election that was conducted on 4/8/2023, and our leaders, the school leader, it was elected, Aisha Hinna was elected as the school leader, and other deputy leaders, arts and sports leader, hygienic leaders, etc. അത് കണ്ടോ മഷിയൊക്കെ പറ്റിയില്ലേ? നമ്മൾ ഡെമോക്രാറ്റിക് വേയിലുള്ള ഒരു ഇലക്ഷൻ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു അത്. ആൻഡ് ദിസ് വാസ് അവർ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓൾ ദ 3 നാഷണൽ ഫെസ്റ്റിവൽസ്, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ആൻഡ് ഗാന്ധി ജയന്തി, ഓൾ ദോസ് 3 ഫെസ്റ്റിവൽസ് അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്ത് തന്നെയാണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. Then this was the teachers day. ഈ ടീച്ചർ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? യാ, അവരെ ടീച്ചറായിട്ട് ആക്ട് ചെയ്തു. മാഷാഅല്ലാ, that was very interesting. And next, yeah, once again Hindi Divas, Hindi language. നമ്മുടെ ആഡിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഫോർ ഇംഗ്ലീഷ്, ദെൻ മദർ ടങ് മലയാളം, അറബിക് ആൻഡ് ഹിന്ദി. ഹിന്ദി ദിവസത്തിന് നമ്മൾ അത്രയ്ക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് another national festival, Happy Gandhi Jayanti, that was also we conducted in our schools, and the programs which were conducted, speech, quiz, collage making, song, etc. Okay, then yeah, that was the art fest 2K23. It was conducted on 13/10/2023. ഒട്ടുമിക്ക എക്സ്ട്രാ കാലിബറുള്ള കുട്ടികൾ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. Then next, it was the Kerala Piravi. See, Kerala ഡ്രസ്സിൽ കുറച്ച് മോഡേൺ സ്റ്റൈലാണ്, എന്നിരുന്നാലും നമ്മൾ അതും മാനേജ് ചെയ്തു, അൽഹംദുലില്ലാ. That was the Kerala Piravi. Then next, it was the Happy Children's Day. The earth reveals its innocence through the smiles of children. You can see the innocence, we can see on the smiles of the children. ആ ഒരു ഇന്നസെൻസ് ജവഹർലാൽ നെഹ്റു കീപ്പ് ചെയ്ത ഒരു ഇന്നസെൻസ്, കുട്ടികളിൽ കണ്ടൊരു ഇന്നസെൻസ്, isn't it? അത് നമ്മൾ ആ ഇന്നസെൻസിനെ ഒന്നുകൂടി നമ്മൾ കുട്ടികളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, എസ്പെഷ്യലി ഓൺ ദാറ്റ് ഡേ. Then next, it was the sports meet as usual. It is very compulsory in the school campus. Sports meet, it was conducted on November 16 and 17. And you can see biscuit biting ആണ് കാണുന്നത് അല്ലേ? It was very fun activity also. നമ്മൾ പഠിക്കുന്ന കാലത്തിൽ ആകെ ഓട്ടം ചാട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, isn't it? പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ പല ഐറ്റം ഗെയിംസുകളാണ്, isn't it? Then only ആ വൈബ്, സ്പോർട്സിൻ്റെ ഒക്കെ വൈബ് നിലനിർത്താൻ നമുക്ക് പറ്റുള്ളൂ. And this one is the World Arabic Language Day. നമ്മുടെ സ്ഥാപനം ഇറ്റ്സ് എ ഖുറാനിക് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ അറബിക് ലാംഗ്വേജിന് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. സോ ദാറ്റ് വാസ് ദ ഡേ വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ. Then next, yeah, it is the National Mathematics Day in the memory of Sir Srinivasa Ramanujan Iyengar. That was also very educative. Then next, it was the Happy Republic Day, another national festival of India. Then yes, എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്ക് വെരി ഫൺ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു, റെയിനി ഡേ, isn't it? It was the rainy day. Did you enjoy, my students? Rainy day enjoy ചെയ്തിരുന്നോ? Yes, still they are remembering that rainy day, isn't it? അവർ മാക്സിമം എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു. പല പാരൻസിനും ഭയങ്കര ഇഷ്യൂസ് കൊണ്ടൊക്കെ വരുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ബട്ട് ഒരാൾ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു കോൾഡ് ആണെന്നോ മറ്റോ പറഞ്ഞ് വന്നിട്ടുണ്ടായില്ല. Because their kids enjoyed most on that day. Yes, this was the trip the school conducted, the school trip. There also they enjoyed well. And yeah,
very proudly presents this first 6 students. They were selected to the district level Sargamela, and here are the students. The previous one, once again, the previous one. Yes, here these our 50 students in the convocation ceremony സ്വീകരിച്ച അല്ലെങ്കിൽ convocation ceremonyയിലുള്ള നമ്മുടെ 15 സ്റ്റുഡൻസിലെ 6 സ്റ്റുഡൻസ് ആണിത്. ആൻഡ് yes, the remaining students are here. All 15 students are here. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ stars of this year, isn't it? Yes, they are here. Then next, parents, teachers and management gathering that we prepared. ഈ ഒരു ഗാദറിംഗിന് വേണ്ടി നമ്മൾ അന്ന് ഗ്യാദർ ചെയ്തിരുന്നു. Did you remember? On the 2nd December 2023 Saturday, is it? അന്ന് നമ്മൾ ഗ്യാദർ ചെയ്തു. Then it's an assembly. UK sir ആണ് അത് ലീഡ് ചെയ്യുന്നത്. Then next, yes, here some of the activities. ഈ ഞാൻ ഇപ്പോൾ പ്രസന്റ് ചെയ്ത ആക്ടിവിറ്റീസിലേക്കും അപ്പുറമായിട്ട് കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. ബട്ട് ദ പ്രസന്റേഷനിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുക മീൻസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ദാറ്റ്സ് വൈ നമ്മൾ വെരി മൈന്യൂട്ട് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രസന്റ് ചെയ്തത്. ബട്ട് ദീസ് ഓൾ ആർ റിമൈനിങ്, isn't it? Here are the school photos. You can see the teachers are with the photos. Yes, next. Yes, once again. Yes, here. So here, these are the team. Previous one. Yes, here the team. No, next. ഹിഫ്ലിന്റെ സ്റ്റുഡൻസിൻ്റെത് ഷാനിദ മാം. അതിനിടയ്ക്ക് ഞാൻ പറയാം, യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ കുട്ടികൾ വലിയ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സ്ട്രെങ്ത് ഭയങ്കര കുറവാണ് അല്ലേ, isn't it? അത് നമ്മുടെ പ്രീവിയസ് വളരെ നമ്മുടെ കൊറോണ ടൈമിലൊക്കെ ഉള്ള ബാച്ച് ആയിരുന്നു. പക്ഷേ ലേറ്റർ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇത്രയും ക്രൗഡ് എവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അത്രയും സ്റ്റുഡൻസ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ദ പ്രീവിയസ് 2 years നമുക്ക് അഡ്മിഷന്റെ കാര്യത്തിലാണെങ്കിലും ഏത് കോപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോപ്പറേഷന്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര ഹൈക്കാണ് സംഭവിച്ചിട്ടുള്ളത്, isn't it? ഇത്രയും ഒരു ക്രൗഡിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. സ്റ്റിൽ ഐ റിമെമ്പർ വെൻ ഐ സ്റ്റെപ്ഡ് ടു ദിസ് സ്കൂൾ. അന്നൊരു പാരന്റ്സ് മീറ്റിംഗ് വിളിച്ച സമയത്ത് വിരലിൽ എണ്ണാവുന്ന സ്റ്റുഡൻസും വിരലിൽ എണ്ണാവുന്ന കുട്ടികളുമാണ്, ഐ മീൻ പാരന്റ്സുമാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നൗ യു ക്യാൻ സീ ദാറ്റ് നമ്മളൊരു വലിയ ക്രൗഡായി മാറിയിട്ടുണ്ട്, isn't it? ഇൻഷാല്ലാ ഇനി വരും ദിവസങ്ങൾ ഇതിലും മെച്ചപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. യുവർ കോപ്പറേഷൻ we need. So ഇതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇയറിൽ പുതുതായി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഹിഫ്ല് കോഴ്സിലെ ഖുർആൻ ഹിഫ്ല് കോഴ്സ് കൂടി നമ്മളോടൊപ്പം ജോയിൻ ആയിട്ടുണ്ട്. അവിടുത്തെ മക്കളാണിത്, isn't it? സോ നിങ്ങളിലൂടെ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെയും പബ്ലിസിറ്റി പോകണം. ആസ് യു സപ്പോർട്ട് ദി അൽമനാർ, ആസ് യു സപ്പോർട്ട് ദി പബ്ലിക് സ്കൂൾ, യു ഹാവ് ടു സപ്പോർട്ട്, പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്, യു ഹാവ് ടു സപ്പോർട്ട് ദ ടീം, ദിസ് ഖുർആൻ ഹിഫ്ല് ടീം. നല്ലൊരു ലീഡർഷിപ്പിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദ പബ്ലിസിറ്റി മസ്റ്റ് ബി ഗോ ഓൺ. ദ പബ്ലിസിറ്റി പോകണമെങ്കിൽ മാത്രമേ ഇത്രയും കുട്ടികൾ നമ്മളിലേക്ക് വരികയും ഇത്രയും കുട്ടികളെ നമ്മൾക്കൊരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്തിയെടുത്ത് നല്ല മികച്ച പൗരന്മാരായിട്ട് ഈ ഗേറ്റിലേക്ക് പുറത്തേക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്തം കൊടുത്ത് നമ്മുടെ ദീനിന്റെ പ്രവൃത്തിയിലേക്ക് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുറത്തേക്ക് വിടണം. എന്നിട്ട് അവരിലൂടെ വേണം നമ്മുടെ ദീന് പ്രചരിക്കപ്പെടാൻ. Is it? So support, please support us for this Quran Hifl. And here, this is the children park for the next academic year. It's not an original image, but still we are trying to keep this type of park over here, inshallah, for our next academic year. Next June ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ കുറച്ച് പാർക്ക് അറേഞ്ച്മെന്റ്സ് കൂടി ഇൻഷാല്ലാ നമ്മൾ ചെയ്യുന്നുണ്ട്. Then yes, I'm going to introduce our company, Dirazion Education Group. Since 2020, here because of the lack of time, ഞാൻ ഇതിന്റെ ഫുൾ സർവീസസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കുന്നില്ല. പക്ഷേ അക്കാഡമിക് ഏരിയയിൽ വളരെ പവർഫുൾ സപ്പോർട്ട് തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഏരിയാസിലും നോട്ട് ഓൺലി ഇൻ കേരള ബട്ട് ഔട്ട്സൈഡ് ദ കേരള വി ആർ പ്രൊവൈഡിംഗ് ദ അക്കാഡമിക് സപ്പോർട്ട് ഫോർ മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു once again, Dirazion Educational Group, and here is the Dirazion. It's going to conduct
a unique Islamic experience. It's a residential camp. Inshallah, it is going to conduct on April. Teenage boys ne vendittu nammal arrange cheyyunna oru residential camp aanu. The last years il nammal idupoലുള്ള camps teenage students ne vendittu attend ചെയ്തിട്ടുണ്ട്, means conduct ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര wide range support ആയിരുന്നു നിങ്ങളുടെ ഭാഗത്ത്, പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന്. ബിക്കോസ് ദിസ് ജനറേഷൻ, ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത്, അവർ വീട്ടിലുള്ളവര് പാരന്റ്സ് പറയുന്നതിനേക്കാളും എൻ്റെ മക്കളടക്കം പുറത്തുനിന്ന് ആരെങ്കിലും പറയുന്നതിനോടാണ് അവർ ശ്രദ്ധ കാണിക്കുന്നത്. അത് ഇന്നത്തെ ജനറേഷന്റെ ഒരു നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ദേ ആർ ഇൻട്രസ്റ്റഡ്. സോ ദീസ് ടൈപ്പ് ഓഫ് ക്യാമ്പ്സ്, ഈ ടൈപ്പ് ഓഫ് ക്യാമ്പ്സിൽ കംപ്ലീറ്റ്ലി ഒരു ഇസ്ലാമിക് ടച്ചോട് കൂടി, ഒരു ഇസ്ലാമിക് അന്തരീക്ഷം ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവരെ അതിലേക്ക് മാക്സിമം വലിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ 3 days ക്യാമ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു കണ്ടക്ട് ഓൺ ഏപ്രിൽ, the same month itself, 14 girls and teen boys. Inshallah, ഇതിന്റെ പബ്ലിസിറ്റി നോട്ടീസസ് will spread, നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ വരും. താല്പര്യമുള്ള പാരന്റ്സിന് എൻറോൾ ചെയ്യാവുന്നതാണ്. And here we are going to introduce Madrasa with KNM syllabus class 1 to 7. Already we are following the same syllabus. KNM syllabus തന്നെയാണ് നമ്മൾ മദ്രസയ്ക്ക് വേണ്ടി ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ക്ലാസ് ഒന്ന് നോട്ടീസ് ചെയ്യൂ. It is from 1st grade to 7th grade. That means 7ാം ക്ലാസ് വരെ ഇനി നമ്മുടെ സ്ഥാപനം ഉണ്ടായിരിക്കും, isn't it? Not only 5th standard, then after that 6th standard and 7th standard. This year we are going to take the admission not only for till 5th standard but also 6th standardലേക്കും 7th standardലേക്കും നമ്മുടെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അതിനോടൊപ്പം തന്നെ മദ്രസ ക്ലാസ്സസ് വിത്ത് KNM സിലബസ് ഓൾസോ വി ആർ ഫോളോയിങ്. ആഴ്ചയിൽ 3 ദിവസം ഓരോ മണിക്കൂർ വീതം ക്ലാസ്സുകൾ, ഓരോ വിഷയത്തിനും പ്രഗത്ഭരായ അധ്യാപകർ, പഠന പിന്തുണ ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ മെന്റൽ സപ്പോർട്ടിംഗ്, ഉചിതമായ സമയങ്ങളിൽ ക്ലാസ്സുകൾ, മികച്ച വിദ്യാർത്ഥി അധ്യാപക അനുപാതം, ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസ്സുകൾ, ഖുർആൻ, തജ്വീദ്, അഖീദ, ഫിഖ്ഹ്, ചരിത്രം, സംസ്കാരം വിഷയങ്ങളിൽ KNM വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയ പ്രത്യേക പാഠ്യപദ്ധതി. ഇതുകൂടി നിങ്ങളുടെ മൈൻഡിൽ ഇട്ടോളൂ. നമ്മുടെ സ്ഥാപനം നോട്ട് ഓൺലി ഫോർ ദി സ്കൂളിംഗ് ബട്ട് ഓൾസോ വി ആർ ഗിവിംഗ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഫോർ ദി മദ്രസ സിസ്റ്റം ഓൾസോ ഇൻഷാല്ലാ. സോ യെസ്, നമ്മുടെ ടീച്ചേഴ്സിന് നമ്മൾ കൊടുത്തൊരു ട്രെയിനിങ് ആയിരുന്നു. ഡിറേസിയൻ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്ത ഒരു ട്രെയിനിങ് ആയിരുന്നു അറ്റ് കാലിക്കറ്റിൽ വെച്ചിട്ട്. ഇറ്റ് മീൻസ് ദാറ്റ് അവർക്ക് അൽമനാറിന്റെ ഒരു പെർട്ടിക്കുലർ മീൻസ് ട്രെയിനിങ് കഴിഞ്ഞ അധ്യാപകരാണ് നമ്മുടെ പ്രീ സ്കൂളിൽ, BEd കഴിഞ്ഞ അധ്യാപകരാണ് നമ്മുടെ പബ്ലിക് സ്കൂളിൽ. ബട്ട് സ്റ്റിൽ അപ്ഡേഷൻ ഇസ് കമ്പൽസറി, isn't it? ഏതൊരു കാര്യത്തിനും അപ്ഡേഷൻ മീൻസ് ഇറ്റ് ഇസ് കമ്പൽസറി. നമ്മൾ മാതാപിതാക്കൾ വരെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നാണ്. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് നമ്മുടെ ടീച്ചേഴ്സ് അവർ ട്രെയിനിങ് സെഷൻസ് ആയാലും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ് സെഷൻസ് വി ആർ പ്രൊവൈഡിംഗ്. ദ ഡിറേസിയൻ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഇസ് പ്രൊവൈഡിംഗ് ഫോർ ദ ടീച്ചേഴ്സ് ഓൺലൈൻ സെഷൻസ് ആസ് വെൽ ആസ് ദി ഓഫ്ലൈൻ സെഷൻസ്. അതുപോലെ ഒരു ഓഫ്ലൈൻ സെഷൻ ആയിരുന്നു ഇത്. നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ കാലിക്കറ്റിൽ വന്ന് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് എ 1-day ട്രെയിനിങ് പ്രോഗ്രാം. ഇൻഷാല്ലാ like that training programs will continue in the future. And here are some fun images. ഫണ്ണ് മാത്രമല്ല, വെരി സീരിയസ് ഇമേജ് കൂടിയുണ്ട്, മാഷാഅല്ലാ. ആൻഡ് നെക്സ്റ്റ്, യെസ്, see these all are related with the different activities of the academic year. Yes, again, yes, see how they are enjoying. Yes, here we are. Now the Al-Manar school, Al-Manar Quranic school and the public school is reached at the stage of admission for the year 2024-2025, and our classes are pre-KG, then KG and KG2, then grade 1 to 7 standard. Once again I repeat, grade 1 മുതൽ 7 standard വരെയുള്ള CBSE syllabus ഓട് കൂടിയുള്ള schooling at Madrasa with the KNM syllabus. So our admission is started. Admission is open now. നമുക്ക് അഡ്മിഷൻസ് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. Say if you are confident, ഞങ്ങളുടെ ലാസ്റ്റ് അക്കാഡമിക് ഇയറിൽ
മെക്ക കമ്മിറ്റി ഗ്രൂപ്പിനോടൊപ്പം ഡിറേസിയൻ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നടത്തിയ ഈ അക്കാഡമിക് ഇയറിന്റെ ലാസ്റ്റ് ഇയറിന്റെ യാത്രയിൽ ഇഫ് ദ പാരന്റ്സ് യു ആർ സാറ്റിസ്ഫൈഡ്, നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ യു ക്യാൻ, നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാം നമ്മുടെ സ്ഥാപനം. നിങ്ങളുടെ റിലേറ്റീവ്സിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം കുട്ടികളെ. ഇൻഷാല്ലാ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആനുവൽ റിപ്പോർട്ട് സബ്മിഷനുമായിട്ട് ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് വീണ്ടും എന്നെ കാണാം. അതിനോടൊപ്പം തന്നെ once again I introduce Mubarak Institute of Hifzul Quran Punur. നേരത്തെ ഞാൻ കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. There also we started the admission, and here also you can propose the students to the 5th standard schooling, the academics. We are providing the academics. ഞങ്ങളാണ് academics provide ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അതും ആത്മവിശ്വാസത്തോടെ ഹിഫ്ള് ക്ലാസ്സിലേക്ക് അതിനോടൊപ്പമുള്ള സ്കൂളിംഗിലേക്ക് നിങ്ങൾക്ക് കുട്ടികളെ പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗെയിൻ ഇൻഷാല്ലാ ദ നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് അക്കാഡമിക് ഇയർ 2024-25 ഇതിലും മികച്ച ഒരു ആനുവൽ സബ്മിഷനുമായിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. സോ വി നീഡ് യുവർ സപ്പോർട്ട് മൈ ഡിയർ പാരൻസ്, വി നീഡ് യുവർ സപ്പോർട്ട്. വൺസ് അഗെയിൻ ഐ എം റിക്വസ്റ്റിംഗ് ആൻഡ് താങ്ക് യു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി, ഒരുപാട് നന്ദി.